ദൈവമേ, കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ തിരുസാന്നിധ്യം അടിയങ്ങളോടൊപ്പം ഉള്ള കൃപയ്ക്കായി സ്തോത്രം. തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ വചനം കർത്താവേ, ഈ ക്രിസ്മസ് രാവിൽ സംവദിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ അടിയങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. നേതൃത്വം നൽകുന്ന അച്ഛനായി, കരോൾ അംഗങ്ങൾക്കായി, ഇടവക ജനങ്ങൾക്കായി, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി, അധ്യാപകർക്കായി സ്തോത്രം. നിൻ്റെ തിരുകൃപയിൽ അടിയങ്ങളെ നടത്തുന്നല്ലോ. ക്രിസ്മസ് രാവ് അടിയങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ. ഇത്രയും മനോഹരമായ ഒരു ക്രിസ്മസ് കരോൾ സർവീസിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള പ്രത്യേക സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ബഹുമാനമുള്ള സോണിയച്ചനോടും ഇടവക ജനങ്ങളോടുമുള്ള എൻ്റെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഇവിടെ വളരെ ഭംഗിയായി വന്നവർ ചെറിയ മാലാഖ അതിനകത്ത് ഉൾപ്പെട്ടില്ലെങ്കിലും അതും വലിയ ഹൃദ്യമായ ഒരു അനുഭവമായി മാറി എന്നുള്ളതിൽ സംശയമാണ്. ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന സ്കൂളിൽ ഒരു പയ്യൻ എന്നോട് പതിവായി വന്ന് ചോദിക്കും ആയിരുന്നു, സാറേ കേക്കൊക്കെ കിട്ടുന്ന പരിപാടികളൊക്കെ എന്താണെന്ന്. ഒരു ഓണം കഴിയുമ്പോഴേ എന്നോട് ചോദിച്ചു തുടങ്ങുമായിരുന്നു. അവനെ സംബന്ധിച്ച് ക്രിസ്മസ് ഒരു കേക്ക് കിട്ടുന്ന പരിപാടിയാണ്. നിഷ്കളങ്കനായ ഒരു ചെറിയ കുട്ടിയാണ്. അതിങ്ങനെ ആ പരിപാടി ഇങ്ങനെ എപ്പോഴും ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ കേക്ക് കൊടുത്താണ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. ക്രിസ്മസ് നമ്മൾക്ക് എന്താണ്, ആ കുഞ്ഞിന് അതങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത. വളരെ വേഗം 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. ഈ ക്രിസ്മസിൽ ഇടം നേടിയ 2 പേരെക്കുറിച്ച് നമുക്ക് വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൽ ആദ്യത്തെ ഒരാൾ ജോസഫാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ജോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി ലോകത്തിന് മാതൃക കാട്ടിയ അപൂർവം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഈ ജോസഫ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ദൂതൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ജോസഫ് ക്രിസ്മസിൻ്റെ കാലത്ത് അല്ലെങ്കിൽ അവൻ്റെ ജനന പെരുന്നാളിൽ ഇടം നേടിയത് ദൈവദൂതൻ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് മാത്രമാണ്. രണ്ടാമത് ഒരാളാണ് മറിയ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ദൂതൻ ഈ വൃത്താന്തങ്ങളെല്ലാം മറിയോട് പറഞ്ഞ് കഴിയുമ്പോൾ മറിയ പറയുന്നത് എന്താണ്? നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവിടെയും മറ്റൊന്നും ചിന്തിച്ചില്ല. മറിയയും ദൈവദൂതനോട് പറയുന്നു, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ സംഭവം നമ്മളിന്ന് സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൂതൻ പിന്നെ മറിയയുടെ അടുത്ത് നിന്നിട്ടേയില്ല, വന്നിട്ടുമില്ല. യേശുക്രിസ്തു മറിയയുടെ ഉള്ളിൽ ഉരുവാകുന്നത് വരെ മാത്രമേ ദൂതൻ്റെ സാന്നിധ്യമുള്ളൂ. ഉരുവായി കഴിഞ്ഞാൽ പിന്നെ ദൂതൻ എന്ത് പ്രസക്തി? ഈ ക്രിസ്മസ് രാവും അതാണ്. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്നത് വരെ ഈ ദൂതൻ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ദൂതൻ നമ്മളെ വിട്ടുപോകണമെങ്കിൽ യേശുക്രിസ്തു നമ്മിൽ ഉരുവാകണം. എത്രയോ കാലങ്ങളായി ഈ ദൂതന്മാർ നമ്മളെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവമായി ഈ വേള നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ യുവജന സഖ്യത്തിൻ്റെയൊക്കെ കാലത്ത് ഉള്ള സമയത്ത് നമ്മുടെ ജെയിംസ് റോയി, അതുപോലെ തന്നെ ബിജു സാറ്, ഞങ്ങൾ ഒത്തിരി പേരും എബ്രഹാം ജേക്കബ് സാറിനെ പോലുള്ള സീനിയർ ആളുകളും ഒക്കെ അന്ന് ഉള്ളൊരു കാലമുണ്ടായിരുന്നു. ഷിബ് സാറും ഒക്കെ അന്ന് ഞങ്ങളുടെ യുവജന സഖ്യത്തിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു. ഇത്രയും സംവിധാനങ്ങളൊന്നും അക്കാലത്ത് ഇല്ലായിരുന്നു എങ്കിലും യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നതിലും അവനിൽ ഇടം കണ്ടെത്തുന്നതിലും അക്കാലത്തെ സഖ്യാംഗങ്ങൾ വളരെയേറെ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇത്ര തന്നെ ക്രമീകരണങ്ങളോ ഒന്നുമില്ലാത്ത ആധുനിക ആ കാലത്തും ക്രിസ്തുവിനെ വാസ്തവമായി അറിയാൻ ഒരു കൂട്ടം ജനങ്ങൾ താല്പര്യപ്പെട്ടത് കൊണ്ടാണ് എനിക്കും ഇന്നിവിടെ വരാൻ സാധിച്ചത്.
യുവജനസഖ്യവും സൺഡേ സ്കൂളും ഈ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ എന്തിനാണ് നമ്മളിതൊക്കെ പരിശീലിപ്പിക്കുന്നത് എന്ന് നമ്മൾ വളരെയേറെ സൂക്ഷ്മമായി ആചരിക്കണം. എത്രയോ പൈസയൊക്കെ മുടക്കി ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതിൽ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു വേദി എവിടെയുണ്ടോ അവിടെ കുഞ്ഞിനെ എത്തിക്കുക എന്നുള്ളതാണ്. മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു സൺഡേ സ്കൂളും ഈ പള്ളിയിലുണ്ട്. മറിയ ഈ വേളയിൽ ഈ ചരിത്രത്തിൽ ഇടം നേടിയത് ദൂതൻ പറഞ്ഞ വാക്കുപോലെ ഭവിച്ചത് കൊണ്ടാണ്. മറ്റൊരു സ്ത്രീയെയും കൂടി പഴയ നിയമത്തിൽ നിന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വളരെ വേഗം ഈ ഭാഗം അവസാനിപ്പിക്കാം. ഹന്ന എന്ന സ്ത്രീ, അവർക്ക് മക്കൾ ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥന കഴിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഫലമോ, ഒരു ദിവസം പുരോഹിതൻ അവളെ തെറ്റിദ്ധരിച്ചു. വീഞ്ഞൊക്കെ കുടിച്ചിട്ട് വന്നാണ് ഇതൊക്കെ പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ചു. അതിന് ഈ ഹന്ന പറഞ്ഞ മറുപടി എക്കാലവും ലോകത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്താണ്? ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, വീഞ്ഞോ മദ്യമോ ഒന്നും കഴിച്ചിട്ടില്ല, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടം പകരുകയത്രയേ ചെയ്തത്. ഫലമെന്തായി? ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു കൊടുക്കാനുള്ള ഒരു വലിയ പുരുഷപ്രജയെ ദൈവം അവൾക്ക് ദാനം ചെയ്തു. ആ പൈതലും വളർന്നപ്പോൾ യേശുക്രിസ്തു വളർന്ന അതേ അനുഭവത്തിലാണ്. ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപയിൽ ബലപ്പെട്ടു, സകലർക്കും മാതൃകയായി ഈ പൈതങ്ങൾ വളർന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. വാസ്തവമായി ക്രിസ്മസ് മാതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അനുസരണത്തിൻ്റെ മകുടോദാഹരണമായ മറിയയും പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ചിട്ട് പോലും ഒരു മറുവാക്ക് പോലും എതിര് പറയാതെ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് തൻ്റെ സങ്കടം ദൈവത്തിൽ പകരുക എന്ന ആ ഒരു വലിയ ഉദ്ദേശത്തോടുകൂടി പുരോഹിതൻ്റെ മുമ്പിൽ സ്വയം വിധേയപ്പെടുത്തി കൊടുത്തപ്പോൾ ഇതാ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യാനുള്ള ഒരു പൈതലിനെ ദൈവം ഈ ഹന്നായ്ക്ക് കൊടുത്തതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയയ്ക്കും കൊടുത്തു ദൈവം. ലോകത്തിൻ്റെ സകല പാപങ്ങളെയും പാപങ്ങളെയും മോചിച്ച് രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കാൻ. എന്തിനാണ് ഈ മാതാക്കൾക്ക് വേണ്ടിയുള്ളതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഞാൻ പള്ളിക്കൂടത്തിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ ഒരു മാതാവ് പള്ളിക്കൂടത്തിൽ വന്ന് കാണിക്കുന്ന വേലകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധങ്ങളൊക്കെ എത്ര പാടുപെട്ടിട്ടാണെന്നറിയാമോ അവരെ സമാധാനിപ്പിച്ച് വിടുന്നത്. മാതാക്കളാണ്, അല്ലെങ്കിൽ പിതാവിനേക്കാൾ ഒന്നും കൂടി ഉപരിയായി ഈ കാലത്ത് ശക്തി പ്രാപിക്കേണ്ട ആളുകളിൽപ്പെട്ട ഒരാളാണ് മാതാക്കൾ. ഈ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ നാം ചെയ്യാത്ത ഒരു തെറ്റ് വളരെ പുരോഹിതനായ ഒരാൾ നമ്മുടെ മേൽ ആരോപിച്ചിട്ട് പോലും ആ സ്ത്രീ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആ പുരോഹിതൻ്റെ മുമ്പിൽ വിധേയപ്പെടുന്നു. നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റൊരാൾ നമ്മളോട് പറഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും സ്ഥിതി. ലോകത്തിൻ്റെ മുമ്പിൽ വലിയ അപമാനം വരാൻ പോകുന്ന മറിയ കർത്താവിൻ്റെ ദൂതൻ്റെ മുന്നിൽ നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിധേയപ്പെട്ടു കൊടുക്കുന്നു. അതാണ് ഈ മാതാക്കളും ക്രിസ്മസും തമ്മിലുള്ള ഒരു ബന്ധം. ചില മീറ്റിങ്ങുകളിലൊക്കെ പോയപ്പോൾ നമ്മുടെ ബിജു സാറിനൊക്കെ അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നി. അവിടെ പറഞ്ഞ ഒരു കാര്യം, ഈ പള്ളിക്കൂടം സ്കൂൾ വിദ്യാഭ്യാസവും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ മാതാവിനെ ഫോക്കസ് ചെയ്ത് വേണം നമ്മുടെ തുടർ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനെന്ന് ഒരു സന്ദേശം അവർ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ സൺഡേ സ്കൂളിലേക്ക് അയക്കുന്നതും ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ക്രമീകൃതമായി ഒരുക്കി അയക്കുന്നതിലും അവൻ്റെ വിദ്യാഭ്യാസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതുമൊക്കെ വിനയപൂർവ്വം ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുള്ള മാതാവിനും അനുസരണത്തിന് വിധേയമാകുന്ന ഒരു മാതാവിനും മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ദൂതൻ പിന്നീട് മറിയുടെ അടുത്ത് നിന്നിട്ടേ ഇല്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്താണ്? ഉള്ളിൽ യേശുക്രിസ്തു ഉരുവായി കഴിഞ്ഞാൽ പിന്നെ ദൂതന് എന്ത് പ്രസക്തി? ഇന്നും ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു എന്ന് രൂപമാകുന്നുവോ അന്ന് അവർ നമ്മെ വിട്ടുപോകും. അവരെ കൂടുതൽ നിർത്തിച്ച് വിഷമിപ്പിക്കാതെ ദൈവത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാനാണ് ഈ ക്രിസ്മസ് സന്ദേശം പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നസറേത്ത് എന്ന് പറയുന്ന ഒരു പട്ടണം
അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു പട്ടണമൊന്നും ആയിരുന്നില്ല യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് വരെ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ഈ പട്ടണം അതിപ്രസിദ്ധമായ ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. ഇവിടെ ഒരു വലിയ നന്മയും കാണും അവിടെ നിന്ന് പ്രതീക്ഷിക്കുമോ എന്ന് നദനയേൽ ചോദിക്കുമ്പോൾ തന്നെ കപടമില്ലാത്ത ഏക മനുഷ്യനെന്ന് യേശുക്രിസ്തു തന്നെ സംബോധന ചെയ്ത ഈ മനുഷ്യനും ഈ നസ്രയത്ത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജന്മദേശവും ലോകത്തിൻ്റെ മുമ്പിൽ വളരെ പ്രസിദ്ധമായി മാറി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൻ്റെ തന്നെ പ്രായോഗികതയിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് ഇന്ന് സാധിക്കുന്നു സാധിക്കുമ്പോൾ അപ്പോഴാണ് ഈ ഇടം നമുക്ക് ലഭ്യമായി തീരുന്നത്. ജോസഫും മറിയയും ഹന്നായും ഇങ്ങനെയുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഒരു വിധേയപ്പെടലിന് വിധേയമായിട്ടുള്ളവരാണ് ഇവരെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ ദൈവദൂതൻ്റെ മുന്നിൽ, രണ്ടുപേർ ദൈവദൂതൻ്റെ മുമ്പിലാണ് വിധേയപ്പെടുന്നതെങ്കിൽ ഒരാൾ പുരോഹിതൻ്റെ മുമ്പിൽ വിധേയപ്പെടുന്നു. ഈ വിധേയപ്പെടലിന് വിധേയമാകാത്ത ഒരു സമൂഹമുണ്ടെങ്കിൽ അവിടെ നാം പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്മസിൻ്റെ ഒരു ചിന്തയും അതാണ്, ഒരു അനുസരണത്തിനും വിധേയപ്പെടലിനും വിധേയമാകുന്നുണ്ടോ എന്നുള്ള ചിന്ത. മാതാക്കൾക്കാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിന് അപമാനം വരുത്തുവാൻ, അപമാനമല്ല മഹാ അപമാനം വരാൻ പോകുമ്പോൾ മറിയ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അനുസരണം കൊടുക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശം ഇടം ഓരോരുത്തർക്കും ലഭിക്കുന്നത്, അവർ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ സാധിക്കുന്നത് ക്രിസ്തു എപ്പോഴെങ്കിലും അവരുടെ ഉള്ളത്തിൽ ഉരുവാകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. സൺഡേ സ്കൂളിനെ കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഈ നമ്മുടെ പുതിയൊരു അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. സൺഡേ സ്കൂൾ പഠിക്കാൻ പ്രായമുള്ള ഒരു കുട്ടി പോലും നമ്മുടെ വീട്ടിൽ ഇവിടെ സൺഡേ സ്കൂൾ നടക്കുന്ന സമയത്ത് വീട്ടിലിരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാതാക്കൾ. ഇവിടെ സൺഡേ സ്കൂൾ നടക്കുന്ന സമയത്ത് ശിവസാർ ഒരുപക്ഷെ ഫോൺ വിളിച്ചേക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകർ ഒരുപക്ഷെ ടെലിഫോൺ ചെയ്തേക്കാം. ഈ കുഞ്ഞിനെ ഈ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരുന്ന് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ തിരുവചനം പഠിക്കാൻ ലഭിക്കുന്ന ഏകവേദി സൺഡേ സ്കൂളാണ് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. തിരുവചനം എങ്ങനെ കുഞ്ഞിന് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വേദി കൂടിയാണ് സൺഡേ സ്കൂൾ. ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എന്താണ്, പണ്ടൊരു രാജാവ് ഒരു മത്സരം നടത്തിയത് എന്താണ്, കുറച്ച് ഏറ്റവും മനോഹരമായ പൂക്കളെ കൊണ്ടുവരുന്ന ആൾക്കാണ് സമ്മാനം കൊടുക്കുന്നത്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ പൂക്കളും കൊണ്ടുവന്നു രാജകൊട്ടാരത്തിൽ. ഓരോരുത്തരും വന്നു ആ പൂക്കളെ ഇങ്ങനെ വിവരിച്ചു കൊടുത്തു. ഇതിന് നല്ല മണമുണ്ട്, ഇത് ദൂരെ നിന്ന് മൈലുകൾക്കപ്പുറം ഇതിൻ്റെ മണം കിട്ടും, ഇതിന് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിവരിച്ചു. ഒന്നിലും രാജാവ് സംപ്രീതനായില്ല. അവസാനം ഒരാൾ വന്നു, അയാളുടെ കയ്യിലെ പൂ ഉയർത്തി കാണിച്ച് എന്നിട്ട് പറഞ്ഞു, ഇതിന് നല്ല മണമുണ്ട്, ഇതിന് നല്ല സൗന്ദര്യമുണ്ട്, ഇതിന് ഒരു കാര്യം കൂടിയുണ്ട്. രാജാവ് ചോദിച്ചു, എന്താണത്? അയാൾ മറുപടി പറഞ്ഞു, ഈ പൂവിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? തേനുണ്ട്. ആരും പറയാത്ത ഒരു കാര്യം പറഞ്ഞപ്പോൾ രാജാവ് അയാൾക്ക് സമ്മാനം കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ തേനിനെ നമുക്ക് തിരുവചനമായിട്ടെടുക്കാം. ഈ തിരുവചനം ഉള്ളിലുള്ള ആൾക്ക് മാത്രമേ സമ്മാനം കിട്ടുകയുള്ളൂ. ക്രിസ്മസിൻ്റെ സന്ദേശവും അതാണ്. ഈ തിരുവചനം ഒന്ന് ഉള്ളിലാക്കാൻ സാധിക്കുമോ? വചനം ജഡമായതാണ് നമ്മളോടൊപ്പമുള്ള ആൾ. അതിനെ ഉൾക്കൊള്ളാനുള്ള വേദിയാണ് സൺഡേ സ്കൂള് എന്നാണ് ആ കഥയിൽ പറയുന്നത്. ഈ സ്കൂളുകളിലൊക്കെ സൺഡേ സ്കൂൾ ബഹുമാനമുള്ള ഷാജി ജോർജ് സാറിൻ്റെ പുസ്തകത്തിൽ ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞ ഒരു കഥയുണ്ട്. ഈ സ്കൂളിൽ ഇങ്ങനെ ക്രിസ്മസിൻ്റെ സ്കിറ്റ് നടക്കുന്ന സമയത്ത് അത്ര മിടുക്കനല്ലാത്ത ഒരു കുട്ടിയും നിർബന്ധിച്ചു, എന്നെയും കൂടെ ഇതിനകത്ത് ചേർക്കണം. പക്ഷേ അവന് പറ്റിയൊരു വേദി അവിടെ ഇല്ലാത്തത് കൊണ്ട്, ഒരു കഥാപാത്രമില്ലാത്തത് കൊണ്ട് അവനെ എന്ത് ചെയ്തു? ഈ മറിയയും ജോസഫും സത്രത്തിൻ്റെ വാതുക്കൽ വന്ന് എനിക്ക് സ്ഥലം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ല എന്ന് മാത്രം പറയുന്ന ഒരു കമൻറ്റ് മാത്രമേ അവന് കൊടുത്തുള്ളൂ. അപ്പം സ്കിറ്റ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം മറിയയും ജോസഫും ഇങ്ങനെ വന്ന് ഇയാളുടെ അടുത്ത് വരുമ്പോഴും ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ സ്കിറ്റ് തുടങ്ങി.
ഈ മറിയയും ജോസഫ് വളരെ ബുദ്ധിമുട്ട് ഈ മറിയയും കൊണ്ട് ഇങ്ങനെ വന്ന് ഓരോരുത്തരോട് സത്രക്കാരോട് ചോദിച്ച് പോവുകയാണ്. അവസാനം ഈ ശാരീരിക ബുദ്ധിമുട്ടുള്ള കുഞ്ഞിനോടും ചോദിച്ചു, ഇവിടെ സ്ഥലമുണ്ടോ? അപ്പോൾ അവൻ മിണ്ടുന്നില്ല. കർട്ടൻ്റെ സൈഡിൽ നിന്ന് ടീച്ചർമാരൊക്കെ ഇടമില്ല എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിക്കുകയാണ്. അവസാനം ഒരർത്ഥത്തിൽ അവൻ പറഞ്ഞു ഇടമില്ല. അപ്പോൾ എല്ലാവർക്കും സമാധാനമായി. ജോസഫ് മറിയയും മുന്നോട്ട് പോയി. പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഇടമുണ്ട്, തിരിച്ചു വരാൻ. സ്കിറ്റ് പൊളിഞ്ഞ് നാടകവും പൊളിഞ്ഞു എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ കുഞ്ഞിൻ്റെ തിരിച്ചു വിളിക്കുന്ന സന്ദേശമാണ് ഇന്ന് നമുക്ക് ഉൾക്കൊണ്ടത്. ഇവിടെ ഇടമുണ്ട്. ഭൂമിയിൽ വന്ന് പാർത്ത് ഒരു സത്രം പോലെ ഭൂമിയിലായി തിരിച്ചു പോകുന്നവർക്ക് വസിക്കാൻ പറ്റിയ ഒരിടം എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ പള്ളിയിലുണ്ട്, എൻ്റെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരൂ. അത്ര മിടുക്കനൊന്നും അല്ലാത്ത കുട്ടിയുടെ ഈ വാക്കാണ് അവിടുത്തെ ഏറ്റവും നാടകത്തിൻ്റെയും സ്കിറ്റിൻ്റെയും സന്ദേശം അതുതന്നെയാണ്. ജോസഫും മറിയയും മടങ്ങി വരൂ. പ്രത്യക്ഷത്തിൽ നോക്കുന്ന ആളിന് നാടകം പൊളിഞ്ഞു എന്ന് തോന്നും. പക്ഷേ ക്രിസ്മസിൻ്റെ ആത്യന്തികമായ സൂക്ഷ്മാർത്ഥത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണാം, കുഞ്ഞ് പറഞ്ഞതാണ് ശരി. നിങ്ങൾ മടങ്ങി വരൂ. ഈ പൈതൽ ഈ സത്രത്തിൽ, ഈ മുറിയിൽ, ഞാൻ കാവൽ നിൽക്കുന്ന ഈ സത്രത്തിൽ അവന് പ്രസവിക്കാൻ ഇടം നൽകട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സന്ദേശവും ഇതാണ്. യേശുവിനെ ഒന്ന് ജനിക്കാനായിട്ട് ഒരിടം കൊടുക്കുക. ദൂതൻ പിന്നീട് മറിയയുടെ അടുത്ത് നിന്നില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ദൂതൻ അവളെ വിട്ടുപോയി. യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആർക്ക് നമ്മളെ ആരുടെ സംരക്ഷണം നമുക്ക് വേണം? ഒന്നും വേണ്ട, ക്രിസ്തുവിൻ്റെ തന്നെ മതി. അവൻ നമ്മളെ ഉള്ളിൽ ഉരുവാകുന്നത് വരെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നാലും വ്യക്തിപരമായി നമ്മിലേക്ക് ക്രിസ്തു വരട്ടെ. അവൻ്റെ തിരുജനനം നമ്മിൽ സാധ്യമാകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഭംഗിയായി ഈ ഒരാളൊക്കെ ക്രമീകരിച്ച് അതിൻ്റെ വിഷ്വലുമൊക്കെ ചെയ്ത് ഇതെത്ര ഭംഗിയാക്കി ചെയ്ത നിങ്ങളോട് എല്ലാവരോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആങ്കർ ചെയ്ത ആളോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഇവിടുത്തെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും സേവിയ സംഘാംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് കൊയർ അംഗങ്ങളും ദീർഘദിവസത്തെ പരിശീലനം കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്. എല്ലാ നന്മയും സന്തോഷവും സ്നേഹവും ഈ ഇടവക ചുമതലക്കാരോടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് സോണിയച്ചനോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.